നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഞ്ജു മരിച്ചോന്ന് ഉറപ്പ് പറഞ്ഞ ആളല്ലേ? എന്റെ വാക്ക് മാഡം വിശ്വസിക്കണ്ട. പക്ഷെ വീഡിയോ കണ്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. വീഡിയോയോ? ആ, മഞ്ജു മരിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരാൻ വേണ്ടി ഞാൻ ആ ഡോക്ടറെ കൊണ്ടൊരു വീഡിയോ എടുപ്പിച്ചിരുന്നു. ഞാനിപ്പോ അത് അയച്ചു തരാം. കൊള്ളാം ഭീമ, ആദ്യമായിട്ടാ നിന്നെ ഏൽപ്പിച്ച ഒരു ജോലി നീ കൃത്യമായിട്ട് ചെയ്യുന്നത്. അതിന് തക്കതായ ഒരു പ്രതിഫലവും നിനക്ക് കിട്ടും. നിന്റെ ഏറ്റവും വലിയൊരു എതിരാളിയാ നീ ഇന്ന് തീർത്തത്. എല്ലാം കഴിഞ്ഞ് നമുക്ക് ബാംഗ്ലൂർ കാണാം. നമുക്കിതൊന്ന് ആഘോഷിക്കണം. ശരി ഗോപാൽജി. വൈകിയാണെങ്കിലും മഞ്ജുവിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റി. ഇനി ഗിരിയെ എനിക്കെതിരെ തിരിക്കാൻ ആരും വരില്ല. മിണ്ടിപ്പോരുത്. വെറുതെ ബഹളം വെച്ചാ കണ്ണു കുത്തിപ്പൊട്ടിച്ച് പിച്ച് ചീന്തിക്കളയും. ആരാ നോക്കടാ. അണ്ണനായിരുന്നോ? എന്താടാ പേടിച്ചു പോയോ? ചെറുതായിട്ട്. എവള് പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? ഭയങ്കര നിലവിളിയായിരുന്നു. ചെവിക്കൊരു റെസ്റ്റ് വേണ്ടേ? വായിൽ വല്ല പ്ലാസ്റ്ററും വെച്ച് കിട്ടിയാ പോരായിരുന്നോ? ഇനിയെങ്ങാനും ചത്തുപോയാലൊന്ന് പേടിച്ചിട്ടാണ്. എന്തായി, ഇവളെ കൊണ്ടുള്ള ഉദ്ദേശമൊക്കെ നടന്നോ? നല്ല ഭംഗിയായിട്ട് നടന്നു. ഇതാ മോളെ ചോക്ലേറ്റ്. നീ കാരണം അങ്കിളിന്റെ വലിയൊരു കാര്യം നടന്നത്. ഇതാ. എനിക്കൊന്നും വേണ്ട ചോക്ലേറ്റ്. വേണ്ട. ഇവളുടെ അമ്മ എനിക്ക് വലിയൊരു ഉപകാരം ചെയ്തു തന്നെ. ഇവളെ കൊണ്ടുവന്ന രീതിയിൽ തന്നെ എനിക്ക് തിരിച്ചേൽപ്പിക്കണം. ജോർജെ, നീ ഇവളെ വീട്ടിൽ കൊണ്ടാക്ക്. പിന്നെ പോകുന്ന വഴിക്ക് ഇവളെന്തെങ്കിലും ഒരു അലിമ്പുണ്ടാക്കിയ ഒന്നും നോക്കണ്ട, കൊന്നു കളഞ്ഞേക്ക്. ശരിയാണോ? മടി. നമുക്കിതൊക്കെ ഒന്ന് ആഘോഷിക്കണ്ടേ അണ്ണ? ആ മഞ്ജുവിനെ കൊല്ലാൻ അണ്ണൻ എത്ര നാളായിട്ട് നടന്നതാ? ഇത്രയും കാലം അവള് ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് എനിക്ക് എന്റെ തോൽവിയെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇന്ന് മുതൽ അത് മാറും. ഞാൻ ജയിച്ചടാ. നീ ഒരു ആണാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രം നീ തരം താഴ്ന്നോ ഭീമ? നീ എന്നെ എത്ര വേണമെങ്കിലും കളിയായിക്കോ, പക്ഷേ നിന്നെ ഞാൻ തോൽപ്പിച്ചെന്ന് നിനക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം നിന്റെ മഞ്ജുനെ ഞാൻ തീർത്തിട്ടാ വന്നത്. അയ്യോ, അപ്പൊ എന്റെ കുഞ്ഞ്? നിനക്കും മഞ്ജുനും ജനിച്ചുപോയ പാപത്തില് ആ ജീവനും പൊലിഞ്ഞു. എടാ മുകുന്ദ, ഭാര്യയും കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന ഞാൻ എങ്ങനെ സഹിക്കടാ?
ഇത്രയൊക്കെ അറിഞ്ഞാ മതിയോ അതോ ഇനിയും വേണോ? അയ്യാടാ, എല്ലാം പ്ലാൻ പ്രകാരം നടന്നു എന്ന് വിശ്വസിച്ച് അവന്റെ ഒരു നിൽപ്പ് കണ്ടില്ലേ? എടാ, നീയും നിന്റെ ഈ വാനരന്മാരും കൂടെ ചേർന്ന് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഒരു കാര്യമില്ല. മോളിലൊരാളുണ്ട്, അങ്ങേരെന്നും നല്ലവരുടെ കൂടെയാണ്. ഡോക്ടർ, എന്താ പറ്റിയേ? എന്തിനാ കരയുന്നേ? ഞാൻ വളരെ വലിയൊരു തെറ്റ് ചെയ്യുന്നതിന്റെ അറ്റം വരെ എത്തിയതാ മഹിമേ. എനിക്കിനി നിന്റെ ചേച്ചിയെ ചികിത്സിക്കാൻ പറ്റില്ല. നിന്റെ ചേച്ചിയുടെ ജീവൻ അപകടത്തിലാവും. ഡോക്ടർ എന്തൊക്കെയാ പറയുന്നേ? ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഡോക്ടർമാരിൽ ഒരാളാണോ ഇത്രയും ആത്മവിശ്വാസം ഇല്ലാതെ സംസാരിക്കുന്നേ? എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ സംസാരിച്ച് നല്ലൊരു ഡോക്ടറെ ശരിയാക്കി തരാം. ഡോക്ടർക്ക് മാറണമെന്നുണ്ടെങ്കിൽ മാറാം, പക്ഷേ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആ ഇഞ്ചക്ഷൻ ഞാൻ ഡ്രിപ്പിൽ കുത്താൻ വേണ്ടി കൊണ്ടുവന്നതാ. അതെന്താണെന്നറിയാവോ? വിഷം. ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്യാൻ പോയത്. ഡോക്ടർ എന്തിനാ എന്റെ ചേച്ചി കൊല്ലാൻ ഒരുങ്ങിയത്? എന്റെ മോളെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. മഞ്ജുവിനെ കൊന്നില്ലെങ്കിൽ ആരതിമോളെ അവര് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒരു ഡോക്ടറാണെങ്കിലും ഞാനൊരു അമ്മ കൂടിയല്ലേ. ഒരു നിമിഷത്തേക്ക് ഞാൻ എല്ലാം മറന്ന് എന്റെ മകളെ രക്ഷിക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു പോയി. അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പോലീസിനെ വിളിച്ചു വരുത്തി എല്ലാം ഏറ്റു പറയാനാ എന്റെ തീരുമാനം. അങ്ങനെയൊന്നും ചെയ്യരുത് ഡോക്ടർ. ഇതിനെപ്പറ്റി പോലീസുകാർ അറിഞ്ഞാ ഡോക്ടറുടെ മെഡിക്കൽ ലൈസൻസ് വരെ ക്യാൻസൽ ചെയ്യും. നിങ്ങളെപ്പോലുള്ള നല്ല ഡോക്ടർമാരെ ഈ നാടിന് ആവശ്യമുണ്ട്. പക്ഷെ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേറെ എന്ത് വഴിയാണുള്ളത്? എന്റെ മകളെ അയാൾ കൊല്ലുമ്പോ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കണോ? അത് വേണ്ട. ഈ വിഷയത്തിൽ ഡോക്ടറെ പോലീസിനേക്കാൾ കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് ഗിരിയേട്ടനാ.